അന്നൊരു ജൂലൈ 30 കണ്ണുനീർ കൊണ്ട് കലണ്ടറിൽ അടയാളപ്പെടുത്തിയ ഒരു ദിനം എല്ലാവരും മറന്നുപോയോ? കനത്ത മഴയുള്ള രാത്രി എല്ലാവരും മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കിനാവ് കണ്ട് കിടന്നുറങ്ങിയവർ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായ രാത്രി. അതെ, ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും അന്നത്തെ ആ രാത്രി അങ്ങനങ്ങ് മറക്കാൻ പറ്റുമോ? അന്നവിടെ കണ്ട പലതും ഇപ്പോഴും മനസ്സിൽ ഒരു നീറ്റലായി, ഒരു നോവായി അങ്ങനെ തന്നെ കിടപ്പുണ്ട്. പ്രളയം താണ്ഡവമാടിയ ആ കറുത്ത ദിനം മുതൽ 20-ലേറെ ദിനങ്ങൾ ഒരു കൂടപ്പിറപ്പ് പോലെ എല്ലാം നഷ്ടപ്പെട്ട ആ പാവങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് അഭിമാനമുണ്ട്. ദുരന്തമുഖത്ത് രാത്രിയോ പകലോ എന്നില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവരോടൊപ്പം ഓടി നടന്ന ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. പല നിറങ്ങളിൽ അടയാളപ്പെടുത്തിയ ഒത്തിരി സംഘടനകളുമുണ്ടായിരുന്നു. വിധിയുടെ പേമാരി പെയ്തിറങ്ങിയ ആ ദിനങ്ങളത്രയും അവർക്കൊരാശ്വാസമായി, അവരോടൊപ്പം അവരിൽ ഒരാളായി ഇളം പച്ച കുപ്പായമിട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡും ഉണ്ടായിരുന്നു. പലരുടെയും മനസ്സിൽ നിന്ന് ആ ഓർമ്മകളൊക്കെ മാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പുത്തുമലയിലെ പ്രിയപ്പെട്ടവർക്കിടയിലൂടെ സേവനനിരതരായിക്കൊണ്ട് തന്നെ ഇന്നുമുണ്ട് വൈറ്റ് ഗാർഡ് അംഗങ്ങൾ. ഇന്ത്യ കണ്ട വലിയൊരു ദുരന്തം കഴിഞ്ഞ് 1 വർഷം പിന്നിടുമ്പോഴും ദുരന്ത ഭൂമിയിലെ ഓരോ നിമിഷങ്ങളും ഓർത്തെടുക്കാൻ കഴിയും വിധം ഹൃദയത്താളുകളിൽ ഇന്നും നോവായി തന്നെയുണ്ട്. വയനാട് ഉരുൾപൊട്ടി എന്ന വാർത്ത അറിഞ്ഞയുടൻ പ്രിയപ്പെട്ടവർക്കൊപ്പം ചുരം കയറി ദുരന്ത ഭൂമിയിലെത്തി ആദ്യം കണ്ട കാഴ്ചകൾ തന്നെ ഹൃദയം തകർത്തുവെങ്കിലും ചിന്നിച്ചിതറിക്കിടന്ന ഒരുപാട് മനുഷ്യരെ വാരിയെടുത്ത് മേപ്പാടിയിലെ ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുമ്പോഴും ഒരു നുള്ളു ജീവനെങ്കിലും ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഉണ്ടായിരുന്നത്. ആംബുലൻസുകളുടെ വ്യത്യസ്തമായ സൈറൻ വിളികളുടെ കൂട്ടക്കരച്ചിലുകൾക്കിടയിലൂടെ തിരിച്ചറിയാൻ പറ്റാത്ത വിധമായിരുന്നു പല മനുഷ്യരും. ഇത്തിരി നേരമെങ്കിലും കണ്ണടക്കണമെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളിൽ പോലും ഭീകരമായ കാഴ്ചകൾ ഉറക്കം കെടുത്തും. രക്തം കലർന്ന ചളിക്കൂമ്പാരങ്ങൾക്കിടയിലും ഭീമൻ ഭീമുകൾക്കിടയിലും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകളിൽ നടന്നതെന്ന് പോലും അറിയാതെ പലരും മൂടിപ്പുതച്ച് കിടക്കുന്നുണ്ടായിരുന്നു. കൈക്ക് പരിക്ക് പറ്റി ചുരമിറങ്ങി വീട്ടിലെത്തിയപ്പോഴും വീട്ടിൽ കിടന്ന് കിടപ്പുറക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും ആ ദുരന്ത ഭൂമിയിലേക്ക് ചുരം കയറി. ഈ കൈകൊണ്ട് എന്ത് ചെയ്യുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ടെങ്കിലും ചുരം കയറി എത്തിയയുടൻ പുത്തുമലയിലെ പൂന്തോട്ടത്തിൽ ഒരൊറ്റ ദിനം കൊണ്ട് 183 പേരെ മണ്ണോട് ചേർക്കാൻ കഴിഞ്ഞതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ കഴിഞ്ഞത് അവർക്കൊരു ഉത്തരമാണ്. പിന്നീടുള്ള ദിനങ്ങളൊക്കെയും എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂടെ അവരിൽ ഒരാളായി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവരുടെയൊക്കെ മക്കളായും സഹോദരന്മാരായും ഒരു നാടിനെ ഉയർത്തിയെടുക്കാൻ വേണ്ടി ഓടി നടക്കുകയായിരുന്നു. കൂടെ പിറന്നവരല്ലെങ്കിലും കൂടെപ്പിറപ്പുകളായി ഒത്തിരി പേരുണ്ട് ഇവിടെ. വയനാട്ടേക്ക് ചുരം കയറുമ്പോഴൊക്കെ ആ നാടിനെയും അവിടുത്തെ നാട്ടുകാരെയും കുറിച്ചോർക്കും. പുത്തുമലയിലെത്തി അവിടെ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്നേഹം പകുത്തു നൽകിയ ഒരുപാട് മനുഷ്യരെ നേരിൽ കാണും. ഈ നാട് പഴയതുപോലെ തന്നെ മുണ്ടക്കയായും ചൂരൽമലയായും കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഇനിയൊരു തിരിച്ചുവരവ് ഇനി ഉണ്ടാകുമോ എന്നറിയില്ല. ദുരന്തത്തിൽ മൺമറഞ്ഞു പോയവർക്ക് 1000 പ്രാർത്ഥനകൾ. ഇനിയൊരു ദുരന്തം നമ്മുടെ മേൽ പരീക്ഷണമായി വരുത്തല്ലേ എന്ന പ്രാർത്ഥനയോടെ ആ കെട്ടകാലത്തിന്റെ ഓർമ്മകൾ ഒരിക്കൽ കൂടി ഓർക്കപ്പെടുന്നു.